run away, yeah, yeah. I would run away. I would run away with you, 'cause I am falling in love with you. No, never. I'm never gonna stop falling in love with you. Close the door, lay down upon the floor, and by candlelight make love to me through the night. I have run away, I have run away, yeah, yeah. I have run away, run away. I have run away with you, 'cause I am falling in love with you. No, never. I'm never gonna stop falling in love with you. ഡ്യുവറ്റ് എന്ന ഈ സംഗീത പരിപാടിയിലൂടെ ഭാഷകളുടെയോ സ്റ്റൈലുകളുടെയോ ജോണറുകളുടെയോ അതിർവരമ്പുകളില്ലാതെ എല്ലാ തരത്തിലുള്ള സംഗീതവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് കോർസ് എന്ന ആ സൂപ്പർ ടാലൻറ്റഡ് ബാൻഡിൻ്റെ നല്ലൊരു പാട്ടിലൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഡ്യുവറ്റിൻ്റെ എപ്പിസോഡിൽ എന്നോടൊപ്പമുള്ളത് ഡ്യുവറ്റിൻ്റെ മ്യൂസിഷ്യൻസ്. അവരെ ആദ്യം പരിചയപ്പെടുത്തിയിട്ട് റാൽഫിൻ സ്റ്റീഫൻ ഓൺ പിയാനോ, റോജോ ഓൺ വയലിൻ ആൻഡ് രാജേഷ് ഓൺ ഫ്ലൂട്ട്. ഡ്യുവറ്റിലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്ലേബാക്ക് സിംഗർ ദേവാനന്ദാണ്. ദേവേട്ടൻ്റെ ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വെൽക്കം വൺസ് അഗൈൻ ടു ഡ്യുവറ്റ് ചേട്ടാ. ചെന്നൈ മാസത്തിൻ്റെ ഇടയിലാണ് ചേട്ടൻ സുരേഷ് പീറ്റേഴ്സിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്തിട്ടില്ല. എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ മലയാളത്തിൽ സുരേഷിന്റെ കുറേ വർക്കുകൾ ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട്. ചില അന്നത്തെ സമയത്ത് നമുക്ക് എക്സിസ്റ്റൻസ് എന്നൊരു വിഷയമുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പാട്ടുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും പറ്റില്ല. നമുക്ക് കോറസ് ഉണ്ടെങ്കിൽ കോറസ് ഹാർമണി പോവും, ട്രാക്ക് പാടാൻ പോവും, എല്ലാത്തിനും അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകാറുണ്ട്. അതെനിക്ക് പലപ്പോഴും എനിക്ക് ഒരു രസമുള്ള സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഇൻചാർജ്മാരുണ്ടാവും. അപ്പോൾ അവർ തമിഴ് ആൾക്കാരായിരിക്കും. അപ്പോൾ ഏതോ ഒരു വർക്കിന് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പാടാൻ വന്നിരുന്ന സമയത്ത് ഈ ഇൻചാർജ് ഉണ്ട്. അപ്പോൾ ഈ ഇൻചാർജ് എന്നെ നേരത്തെ കോറസ് ഒക്കെ പാടാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സിനിമയിലൊക്കെ പാടി സ്ട്രെയിറ്റ് ആയിട്ടൊരു സോങ് പാടാൻ വന്നിരിക്കുകയാണ്. ഒരു പ്രൊഡ്യൂസർ വന്നു, തമിഴ് ഏതൊരു വർക്കാണ്. ഒരു പ്രൊഡ്യൂസർ വന്നിരുന്നു. ഞാൻ പറഞ്ഞു സിംഗറെല്ലാം വന്നോന്ന് ചോദിച്ചു. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഈ ഇൻചാർജ് ഉണ്ട്, ഒരു കോറസ് എല്ലാം പാടുന്ന ഒരാൾ ഉള്ളിൽ കന്നിട്ട് വേറെ ആരുമേ കാണാം. അപ്പോൾ ഉടനെ പ്രൊഡ്യൂസർ വിളിച്ച് ചോദിച്ചു, അതെന്താ അങ്ങനെ കോറസൊക്കെ പാടുന്ന ആളാണോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പാടാൻ വന്നേക്കണേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, ഇല്ലില്ല, നേരത്തെ പാടിയിട്ടുണ്ട്, പുള്ളി നിറയെ ഹിറ്റ്സൊക്കെ പോയി. ഈയിടയ്ക്കല്ല, കുറേ നാൾ മുമ്പ് തന്നെയാണ്. എങ്കിലും അല്ല, അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഉണ്ട് അവിടെ. സാധാരണ നമ്മൾ ഈ ട്രാക്കൊക്കെ പാടിക്കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടൺ ഒരു കഴിഞ്ഞിട്ട് നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് സോങ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സൈൻ ചെയ്യപ്പെടും. നമ്മളെന്ന് വെച്ചാൽ ഒരു പുള്ളി ട്രാക്കൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ അതിനെ എടുത്തിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. കാരണം ഞാൻ ട്രാക്ക് പാടിയിട്ടുള്ള രവീന്ദ്ര മാസ്റ്റർ, അല്ലെങ്കിൽ മണിയേട്ടൻ, ജോൺസേട്ടൻ, വിദ്യാസാഗർ സാറ്, ഇവരൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്ന് ഇതെങ്ങനെയാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ പാടി അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ എടുക്കുമായിരുന്നു. ട്രാക്ക് തന്നെ അവർ പാടിപ്പിക്കുന്ന അങ്ങനെയാണ്. അല്ലാതെ ഇത് ദാസേട്ടൻ വന്ന് പാടാനല്ലേ, അത് മതി, കുഴപ്പമില്ല എന്ന് ഒരിക്കലും ഇവരാരും പറയാറില്ല, ഈ പറഞ്ഞവരാരും പറയാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രാക്ക് പാടിയ പല സോങ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അതെ. സി ഡി മുസല് കാടിറങ്ങി ഓടി വരുന്നുള്ള സോങ്. അത് ഞാൻ ആക്ച്വലി എൻ്റെ ട്രാക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ദിലീപേട്ടനോട് വിദ്യാജി പറയണത്. എനിക്കിത് എനിക്കിത് ഓക്കെയാണ്. അങ്ങനെ അത് ആ സമയത്ത് ഞാൻ ദിലീപേട്ടനെ തൊട്ടുരുമിയിരിക്കാനും കരിമിഴിയൊക്കെ കഴിഞ്ഞ് ഈ അറിയാതെ ഇഷ്ടമായൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് വർക്കൗട്ടായി. അപ്പോൾ അങ്ങനെ നല്ല പിന്നെ നല്ല ദാസേട്ടൻ്റെ പാട്ടുകൾ അന്നത്തെ സമയത്ത് ഏറ്റവും നല്ല സോങ് കൊടുക്കുന്നത് ദാസേട്ടനാണ് അന്നത്തെ സമയത്ത്. അപ്പോൾ അത് നമുക്ക് ട്രാക്ക് ആണെങ്കിലും ഒന്ന് പാടാൻ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു എക്സ്പീരിയൻസാണ്. അതുവഴിയാണ് എനിക്ക് റഹ്മാനടുത്തും റഹ്മാൻ സാറിൻ്റെ അടുത്തും എത്തിയത്. അങ്ങനെ ഞാൻ രഞ്ജിത്തും കൂടെയാണ് അവിടെ പാടുന്നത്. ചന്ദ്രൻ ഒരു സിംഗർ അദ്ദേഹം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. ചന്ദ്രേട്ടൻ ഇങ്ങനെ അവിടെ 2-3 സിംഗേഴ്സ് ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങളപ്പം മണി ശർമ്മ സാറിൻ്റെ അടുത്തൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ 2 പേര് വേണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രേട്ടനാണ് സജസ്റ്റ് ചെയ്ത് ഞാനും രഞ്ജിത്തും കൂടെ റഹ്മാൻ സാറിൻ്റെ അടുത്ത് പോകുന്നത്. ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള മൂർത്തി സാറായിരുന്നു എടുത്തിരുന്നത്. ബോയ്സിൻ്റെ ഹിന്ദി വേർഷൻ ഉണ്ടായിരുന്നു. സാഥിയാണ് അല്ല, അത് സാഥിയ ഒരു പടം ഉണ്ടായിരുന്നു. പിന്നെ ബോയ്സിൻ്റെ തെലുങ്കോ അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. 4 പടം, ഒരു ബംഗാളി ഒരു ഫിലിം ഉണ്ടായിരുന്നു. ജോർജ് പീറ്ററൊക്കെ ശരിക്കും ആ സമയത്താണ് ഞാൻ കണ്ടക്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഡെഫിനറ്റ്ലി ചേട്ടൻ്റെ ചെന്നൈ വാസത്തിൻ്റെ ഇടയിലാണ് ചേട്ടൻ ഈ പറഞ്ഞ മാതിരി സുരേഷ് പീറ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണത്. അപ്പം അത് ഞാനിങ്ങനെ എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ തമ്മിൽ ആദ്യം പാടിയ ഡ്യുവറ്റ് അതാണ്. പാണ്ടിപ്പട എന്നുള്ള ചിത്രത്തിന് വേണ്ടിയിട്ട് സുരേഷ് പീറ്റേഴ്സിൻ്റെ മ്യൂസിക്കിൽ നമ്മൾ പാടിയ ഡ്യുവറ്റില്ല. അപ്പം ഡ്യുവറ്റിൽ വന്നിട്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ അതെ അതൊരു പല്ലവിയെങ്കിലും ഒന്ന് പാടണ്ടേ? ആരും കൊതിച്ചു പോകും മണിത്തുമ്പിയായി നീ തീരാക്കിനാവു പാടം തിരഞ്ഞെത്തി എൻ്റെ മുന്നിൽ പാട്ടുപാടി നിന്ന കാലം ഓർമ്മയിൽ തെളിഞ്ഞിടുമ്പോൾ മിഴികൾ തുടച്ചും കയ്യെത്തും ദൂരത്തിൽ നിൽക്കുന്നു നീ. അറിയാതെ ഇഷ്ടമായി അന്നു മുതൽ ഒരു സ്നേഹ ചിത്രമായി മെല്ലെ അരികിലൊതുങ്ങി നിന്നു നീ എൻ്റെ എല്ലാമായി. അതിലേറെ ഇഷ്ടമായി എന്തു പറയണമെന്ന ചിന്തയായി പിന്നെയൊരു ഞൊടി കാതിലോതി ഞാൻ എൻ്റെ മാത്രം നീ. ഈ മൗനം മറയാക്കി ചെറുകൂട്ടിൽ നമ്മളിരുന്നു. ഒരു വാക്കും മറുവാക്കും പറയാതെ കണ്ണു നിറഞ്ഞു. ചെറുമാന്തളിർന്നുള്ളിയ കാലം ഇന്നോർമ്മയിലുണരും നേരം വിരഹം വിതുമ്പി ഹൃദയം പിടഞ്ഞു നീ തേങ്ങുകയായി കാതിൽ. അറിയാതെ ഇഷ്ടമായി അന്ന് മുതൽ ഒരു സ്നേഹചിത്രമായി മെല്ലെ അരികിലൊതുങ്ങി നിന്നു നീ എൻ്റെ എല്ലാമായി. ഞാൻ തന്നെ കുറേ കാലം കഴിഞ്ഞിട്ടായി പാട്ടിപ്പോൾ പാടുന്നത് സത്യം പറഞ്ഞാൽ. അന്ന് വലിയ സന്തോഷമായിരുന്നു. കുറേ കാലം കൂടിയിട്ട് ഒരു മെലഡി കിട്ടിയ ഒരു സന്തോഷത്തിലായിരുന്നു. ചേട്ടന് പാടിക്കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനെ വിളിച്ച് വലിയ കാര്യമായിട്ടൊക്കെ സംസാരിച്ചു. ചേട്ടന് ഓർമ്മയുണ്ടോ അറിയില്ല, കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. കോളേജിലൊക്കെ ഒരുപാട് ഹിറ്റായിട്ടുള്ളൊരു സോങ്ങാണ്. അതെ അതെ, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊരു ഒരു ഹാർട്ട് ബ്രേക്ക് സോങ് ആയിരുന്നു. ചേട്ടൻ്റെ മറ്റൊരു വളരെ നോട്ടീസബിൾ ആയിട്ടുള്ളൊരു സോങ് എന്ന് പറഞ്ഞാൽ എം ജയേന്ദ്രൻ സാറിന് വേണ്ടിയിട്ട് മാണിക്കക്കല്ല് എന്നുള്ള പാട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടാണ്. അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആക്ച്വലി ഒരു TV ഷോ ചെയ്യണ സമയത്താണ് ചേട്ടൻ അത് റെക്കോർഡ് ചെയ്തത്. എന്നിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു നല്ലൊരു പാട്ട് കുട്ടൻ ചേട്ടന് വേണ്ടി പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ആക്ച്വലി ചേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് എനിക്കിഷ്ടമായിരുന്നു. വെച്ചാൽ ഞാൻ മദ്രാസിലുണ്ടായിരുന്ന സമയത്തും വിദ്യാജിക്ക് പാടിക്കൊണ്ടിരുന്ന സമയത്തൊന്നും ആ സമയത്തൊന്നും ചേട്ടൻ്റെ പാട്ടുകളൊന്നും ഞാൻ പാടിയിരുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടൊരു സമയം വരും, അപ്പം നമുക്ക് ദേവാനന്ദൻ ആപ്റ്റായിട്ടൊരു സോങ് ഞാൻ എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ നല്ലൊരു സോളോ എനിക്ക് അന്നത്തെ സമയത്ത് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് ഡ്യുവറ്റ്സ് ആണ്. പൃഥ്വിരാജിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ സോങ്. നല്ലൊരു വരികളും ഒക്കെ രമേഷ് കാവിൽ എന്നൊരു പുതിയ റൈറ്ററാണ്.
ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് ഇങ്ങനെ ചേട്ടൻ്റെ ഒരു പേഴ്സണാലിറ്റിക്കൊക്കെ പറ്റിയ ഒരു പാട്ടാണ്. അങ്ങനെയാണല്ലേ? ഭയങ്കര നിഷ്കളങ്കമായ സ്വീറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്. അങ്ങനെ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. ഉദ്ദേശിച്ചേട്ടാ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. താങ്ക് യു. അപ്പൊ ഡെഫിനറ്റ്ലി ആ പാട്ട് നമുക്ക് അടുത്ത ഡ്യുവറ്റിൽ പാടാം. മേലെ മാനത്തെ മൂളക്കം കേട്ടേ ചേലോലും കുട്ടിക്കുറുമ്പേ ചോലക്കാറ്റിൻ്റെ ചൂളം വാങ്ങണ്ടേ കാണാത്തൊരു തീരം തേടേണ്ടേ കണ്ണെത്താ ദൂരെ മഴവില്ലിനും മേലെ ഒരു പട്ടോലപ്പൂ പന്തൽ കെട്ടിയൊരു കണ്ടേ മേലെ മാനത്തെ മൂളക്കം കേട്ടേ ചേലോലും കുട്ടിക്കുറുമ്പേ. കുന്നിന്മേലൊരു കുത്തുവിളക്കിൻ ചന്തം കാണണ്ടേ പൊന്നിൻ നൂലുമണിഞ്ഞു ചിരിക്കണ പാടം നോക്കണ്ടേ പാളേലേറ്റി വലിച്ചിട്ടൊത്തിരി ദൂരം പോവണ്ടേ ഓളപ്പെണ്ണോടൊന്നു പിണങ്ങാൻ കല്ലു പെറുക്കണ്ടേ വിരിയുന്നൊരു മലരിൻ ചിരിയഴകിൽ തെളി നിറയുന്നൊരു ഗ്രാമം കഥകൾ പറയും നേരം കാതുകൊടുക്കണ്ടേ പുതുപയ്യാരക്കൽ കണ്ടം നുള്ളിയെടുക്കണ്ടേ മേലെ മാനത്തെ മൂളക്കം കേട്ടേ ചേലോലും കുട്ടിക്കുറുമ്പേ ചോലക്കാറ്റിൻ്റെ ചൂളം വാങ്ങണ്ടേ കാണാത്തൊരു തീരം തേടേണ്ടേ കണ്ണെത്താ ദൂരെ മഴവില്ലിനും മേലെ ഒരു പട്ടോലപ്പൂ പന്തൽ കെട്ടിയൊരു കണ്ടേ മേലെ മാനത്തെ മൂളക്കം കേട്ടേ ചേലോലും കുട്ടിക്കുറുമ്പേ. നല്ല നല്ല രസമുള്ള പാട്ട്.